കൊച്ചി നഗരസഭ തോപ്പുംപടി 67-ാം ഡിവിഷനിൽ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റാൻ പുതിയ പദ്ധതി. കൗൺസിലർ ജോസഫ് സുമിത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പള്ളിക്കൂടം വിദ്യാലയ ശാക്തീകരണ പദ്ധതിക്ക് തോപ്പുംപടിയിൽ പ്രൗഢമായ തുടക്കമായി. കൊച്ചി എം.എൽ.എ. മുഹമ്മദ് ഷിയാസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷനിലെ വിദ്യാലയങ്ങളുടെയും അംഗൻവാടികളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷവും പ്രോത്സാഹനവും ഉറപ്പാക്കുകയുമാണ് പള്ളിക്കൂടം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചി എം.എൽ.എ. മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. പക്ഷേ നമുക്കത് മുൻപ് നാട്ടിൽ തന്നെ പഠിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത് മാറി. ഇന്ന് ലോകത്തിന്റെ വിവിധയുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ജോലി ചെയ്യാൻ തൽപരരായിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. പല ജില്ലകളിലും പല വീടുകളിൽ നിന്ന് ചെറുപ്പക്കാരില്ല, കുട്ടികളില്ല, മാതാപിതാക്കൾ മാത്രമാണ്. ചടങ്ങിൽ കൗൺസിലർ ജോസഫ് സുമിത് അധ്യക്ഷത വഹിച്ചു. പള്ളിക്കൂടം എന്നുള്ള പേരിൽ ഈ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി നമ്മുടെ 2 വിദ്യാലയങ്ങൾ, ഹയർ സെക്കൻഡറി ആയിട്ടുള്ള 2 വിദ്യാലയങ്ങൾ, LP സ്കൂളുകളടക്കം അംഗൻവാടികളടക്കം വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ നമ്മുടെ മറ്റു ജനപ്രതിനിധികളുമായി ചേർന്നുകൊണ്ട് എം.എൽ.എയും MP-യും അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എങ്ങനെ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം നമ്മൾ നടത്തും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിലെ മികവിനെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയായി ഈ ഉദ്ഘാടന വേദി മാറി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരായ പി. കാളിദാസൻ ഗുരുക്കൾ, ജയൻ പള്ളുരുത്തി, മേഴ്സി ആന്റണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ഡിവിഷനിലെ വിദ്യാലയങ്ങൾക്കും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കുമുള്ള പുരസ്കാരങ്ങളും വേദിയിൽ വിതരണം ചെയ്തു. കൊച്ചി നഗരസഭ സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷാകൃത സുരേഷ് ബാബു, K.A. മനാഫ്, ഡോക്ടർ ജിജു ജേക്കബ് എന്നിവരും സാമൂഹ്യ പ്രവർത്തകൻ സലിം ഷുക്കൂർ, പ്രൊഫസർ ജിബിൻ ജേക്കബ്, ആന്റണി ജോസഫ്, അവറാച്ചൻ എട്ടുങ്കൽ, ജാക്സൺ സേവ്യർ, എമിലി കണ്ണൻ, ഫെക്സി ലിയോ തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 days സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.